Everyone switch on your video. Board clear ആണല്ലോ അല്ലേ? എല്ലാവർക്കും ഇതാ? Clear. Yes. Good morning. Good morning, teacher. Good morning, teacher. Silent prayer. Yes. Close your books. Anisa. Anisa. Yes, teacher. Teacher. Yes, yes. What is Pajan's rule? The small the cations and larger the anions, and charge is higher in the covalent character of ionic compound. Yes. Smaller the size of the cation, larger the size of the anion, and the covalent character of the ionic compound is high with the high charge. This is known as Pajan's rule. Yes. What are the factors which determine the extent of covalent character to an ionic compound? What are the factors? Alina. Polarizability of cation. Anion. Polarizability of the anion. Then. Polarizing. Compound of the cation. Polarizing power of the cation. Polarizing power of the cation. The extent. കാണപ്പാടം പഠിക്കാണ്ടല്ലേ ഞാൻ? The extent of. The extent of. The extent of the. The extent of distortion of the anion. By heart in the കാണാ പാഠം പറയരുത്. യെസ്. മുഹമ്മദ് സാലിഹേ, എന്താണ് ഈ പോളറൈസിങ് പവർ ഓഫ് ദി കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഈ ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കാറ്റയോൺ ഉണ്ടാകുമ്പോ അതിന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതാണ്. അത് തന്നെ. Polarizing power of the cation is the ability of the cation to attract electron from the anion. Cation എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അതെന്തായിട്ട് മാറുന്നതാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ടാണ് മാറുന്നത് കാറ്റയോൺ എന്ന് പറയുന്നത്. അപ്പൊ കാറ്റയോൺ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അയോണിക് കോമ്പൗണ്ടിൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഫ്രം ആനയോണിൽ നിന്നാണ്. അതിനെയാണ് പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റയോൺ എന്ന് പറയും. ഭീമ നവാസ്, what is polarizability of the anion? Bima. Teacher. Yes. What is polarizability? Ability of anion to allow polarization.
യെസ്, കാറ്റിയോണിനെ പോളറൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആനിയോണിന്റെ കഴിവിനെയാണ് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. യെസ്, ഇഷാര ചാർജും പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റിയോണും പോളറൈസിംഗ് പവർ ഓഫ് ദി ആനിയോണും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റിയോൺ? ചാർജ് ഹയർ ആണെങ്കിൽ കാറ്റയോണിന്റെയും ആനയോണിന്റെയും പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. യെസ്, കാറ്റിയോണിന്റെയും ആനിയോണിന്റെയും പോളറൈസിംഗ് പവർ കൂടുതൽ ആയിരിക്കും when the charge is high. അന്നേരം അവിടെ ഒരു കാര്യം ഓർത്തോണം, നമ്മളിവിടെ ചാർജ് ഹൈ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഓർത്തോണം കേട്ടോ. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പോസിറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ അതിന് പോളറൈസിംഗ് പവർ ഓഫ് ദി കാറ്റിയോൺ കൂടുതലായിരിക്കും. അതേസമയം ആനിയോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ചാർജ് കൂടുതൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു പോകും എന്നുള്ള കാര്യം ഓർത്തോളൂ. ഇപ്പൊ -3 -2 ചാർജ് നോക്കിക്കഴിഞ്ഞാൽ -3ക്കാണ് കൂടുതൽ, പവർ കൂടുതൽ -3ക്ക് തന്നെയാണ്. അന്നേരം നമ്മളുടെ മൈനസ് എന്ന് പറയുന്നത് അല്ല കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ആ നമ്പറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 3 അല്ലേ 2വിനേക്കാളും വലുത്, സോ 3 ആയിരിക്കും അവിടെ കൂടുതൽ വരുന്നത്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. പജാൻസ് റൂൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അയോണിക് കോമ്പൗണ്ടുകൾ പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു എപ്പോൾ സ്മോളർ ദി സൈസ് ഓഫ് ദി കാറ്റിയോണും ലാർജർ ദി സൈസ് ഓഫ് ദി ആനയോണും ആണെങ്കിൽ, ചാർജും കൂടുതൽ ആണെങ്കിൽ ഈ പവർ കൂടുതലായിരിക്കും, കഴിവ് കൂടുതലായിരിക്കും. അയോണിക് കോമ്പൗണ്ടുകൾ കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. ആ റൂളാണ് എന്ത്? ഫജാൻസ് റൂൾ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇന്നലെ നമ്മള് വേറൊരു തിയറി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ തിയറിയുടെ പേര് എന്നാന്ന് പറഞ്ഞേ അഞ്ജന ജോബി. നമ്മൾ ഇന്നലെ പഠിക്കാൻ തുടങ്ങിയ തിയറിയുടെ പേരെന്നായിരുന്നു? VSEPR theory. യെസ്, VSEPR തിയറി. VSEPR തിയറി. അപ്പോൾ VSEPR തിയറിയുടെ ഫുൾ ഫോം എന്താണ്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. യെസ്, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഈ തിയറി ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത് നസ്ര? Repulsion between the different pairs of electron in the valence shell of an atom. വാലൻസ് ഷെല്ലിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയറുകൾ, അതായത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൾഷൻ സംഭവിക്കും. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇതിന്റെ അകത്ത് പഠിക്കാൻ പോകുന്നത് മുസ്തഫ? ഈ തിയറി ഉപയോഗിച്ച് എന്നതാ കണ്ടുപിടിക്കാൻ പോകുന്നേ? കേട്ടില്ല മോനെ? Polarizability of anion. VSEPR തിയറി ഉപയോഗിച്ചിട്ട്, ഫജാൻസ് റൂൾ അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നേ. VSEPR തിയറി ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നേന്ന്? Electrons repulsion. റിപ്പൾഷൻ സംഭവിക്കും, സമ്മതിച്ചോ? ഞാൻ ചോദിച്ചത് VSEPR തിയറി ഉപയോഗിച്ച് നമ്മളൊരു മോളിക്യൂളിന്റെ എന്ത് പഠിക്കാനാ പോകുന്നേന്ന്? എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മോളിക്യൂളിന്റെ? കേട്ടില്ല, എന്താ പറഞ്ഞേ? അനിറ്റ, shape of the molecule. ഓഫ് ദി മോളിക്യൂൾ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി മോളിക്യൂൾ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൾഷൻ വരും. അപ്പൊ ഒരു മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് പറയാം. ആകെപ്പാടെ 2 ഇലക്ട്രോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഏത് ഷേപ്പ് ആയിരിക്കും ഇന്നലെ പറഞ്ഞ അപ്സറെ? ഒരു മാക്സിമം ഡിസ്റ്റൻസിൽ നിന്നാൽ അവർക്ക് എന്ത് ഷേപ്പ് കിട്ടുന്ന പറഞ്ഞ? യെസ്, ലീനിയർ ഷേപ്പ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. യെസ്, ലീനിയർ ഷേപ്പ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. യെസ്, ഒരു മിനിറ്റ് ടീച്ചറിന്റെ ഇവിടെ നെറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. 1 മിനിറ്റ് ടീച്ചർ ഒന്ന് ലീവ് ചെയ്തിട്ട് റീ എൻട്രി ചെയ്യട്ടെ കേട്ടോ, നിങ്ങളാരും പോകണ്ട.
ബോർഡ് കാണാവോ? യെസ് ടീച്ചർ. യെസ്. ഓക്കെ. അപ്പൊ വാലൻസ് ഷെൽ, ഇലക്ട്രോൺ പെയർ, റിപ്പൽഷൻ തിയറി. ഇന്നലെ പറഞ്ഞു വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഇലക്ട്രോണുകൾ തമ്മിൽ എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ റിപ്പൽഷന്റെ ബേസിൽ നമ്മൾ എന്ത് പറയുന്നു? ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പറയുന്നു. ആ തിയറിയാണ് വാലൻസ് ഷെൽ, ഇലക്ട്രോൺ പെയർ, റിപ്പൽഷൻ തിയറി. യെസ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് ദിസ് തിയറി. This theory is based on the repulsion between the different pairs of electrons in the valence shell of the atoms. Okay. Then main postulates. Important ആണ് ട്ടോ. ഈ theory വളരെ important ആണ്. The main postulates of this theory. Yes. First postulate. The shape of a molecule depends on the number of electron pairs. ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ള ഇലക്ട്രോൺ പെയറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. വാലൻസ് ഷെല്ലിൽ ഉള്ള ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വാലൻസ് ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺ പെയറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ മോളിക്യൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. യെസ്. ഒരു മോളിക്യൂളിന്റെ അകത്ത് കാണുന്ന സെൻട്രൽ ആറ്റം എടുക്കുക. അതിന് വാലൻസ് ഷെല്ലുണ്ട്. അതിൽ ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാവും ദേവിക? ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട്? ഇന്നലെ പറഞ്ഞതാ ദേവിക. ആ പറഞ്ഞോ. നമ്മൾ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയണമെങ്കിൽ അത് ഇലക്ട്രോൺ പെയറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇലക്ട്രോൺ പെയറുകൾ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺ പെയറുകളാണ് ഒരു വാലൻസ് ഷെല്ലിൽ ഉണ്ടാകുക ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം? ഒരു മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റം, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാകും? ഇന്നലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തന്നതായിരുന്നു. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അമോണിയ മോളിക്യൂള്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. അതേപോലെ തന്നെ മറന്നുപോയി ഇന്നലെ കണ്ടില്ല. യെസ്. അവിടെ എടുത്തിരിക്കുന്ന മോളിക്യൂൾ ഏതാണെന്ന് പറഞ്ഞേ? ഇവിടെ ഇരിക്കുന്ന നൈട്രജൻ. അല്ല, ഏത് മോളിക്യൂൾ എന്ന് പറയും? മോളിക്യൂളിന്റെ മുഴുവൻ NH3. യെസ്, അമോണിയാണ്. അവിടെയുള്ള സെൻട്രൽ ആറ്റം ഏതാണ്? നൈട്രജൻ. നൈട്രജൻ ആണ് അവിടുത്തെ സെൻട്രൽ ആറ്റം. യെസ്. ഹരിഗോവിന്ദ്, നൈട്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 7. യെസ്, നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7. ഞാനിവിടെ ഒരെണ്ണം കൂടെ വരയ്ക്കാം. യെസ്. യെസ്, നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ. നെക്സ്റ്റ് ഫർസീൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ പറഞ്ഞ മോനെ. 1s2 ഫർസീൻ. യെസ്, 1s2 2s2 2p3. യെസ്, 2p3. 1s2 2s2 2p3. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഫുവാദ്, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ് ഉണ്ട്. യെസ്, വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അത് ഏത് ഓർബിറ്റലിലാണ് 3 എണ്ണം വരുന്നേ? വാലൻസ് ഷെല്ലിൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ആണോ? ഏതാ ഇവിടുത്തെ വാലൻസ് ഷെല്ല്? ഏറ്റവും അവസാനത്തെ ഷെല്ല് ഏതാ പോവാതെ? p ഓർബിറ്റൽ അല്ലേ? p
പി ആണോ? പി ഓർബിറ്റിലാണോ? ഷെല്ലാണ് ഞാൻ ചോദിച്ചത്. ഏത് ഷെല്ലാണ് അവിടുത്തെ ഏറ്റവും ലാസ്റ്റിലത്തേത്? ഫസ്റ്റ് ഷെല്ലാണോ സെക്കൻഡ് ഷെല്ലാണോ അതിനുള്ളത്? ഏറ്റവും അവസാനം കിടക്കുന്ന ഷെല്ല് സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 6 2 സെക്കൻഡ് ഷെല്ലിൽ 2 സെക്കൻഡ് ഷെല്ലിലുള്ളൂ? സെക്കൻഡ് ഷെല്ലിൽ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്. അപ്പൊ സെക്കൻഡ് ഷെല്ലിൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5. 5. ഇത് എന്നതാ ഇത്? സെക്കൻഡ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. യെസ്. അപ്പൊ ഞാൻ എടുക്കുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് അമോണിയാണ്. അമോണിയ എന്ന് പറഞ്ഞ മോളിക്യൂൾ എടുത്താൽ അതിലെ സെൻട്രൽ ആറ്റം ഏതാ? ആലിയ. ആരായിരിക്കും നടുക്ക് നിൽക്കുക? നൈട്രജൻ. യെസ്, നൈട്രജൻ. നൈട്രജന് ചുറ്റും ആരൊക്കെ ഉണ്ട്? 3 ഹൈഡ്രജൻ. 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഞാൻ നൈട്രജന് ചുറ്റും 3 ഹൈഡ്രജൻ വരയ്ക്കാം. ഇത് നൈട്രജൻ. നൈട്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ 1 2 3 4 5. നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. കണ്ടോ? നൈട്രജന്റെ ഒരു ഇലക്ട്രോൺ യൂസ് ചെയ്തു. ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ. അത് നൈട്രജന്റെ ഇലക്ട്രോൺ, ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ. ഓക്കെ. ഇനി പറഞ്ഞേ, നൈട്രജൻ അതിന്റെ എല്ലാ ഇലക്ട്രോണിനെയും ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോ അബിയ? അബിയ യെസ്, ഉറക്കെ പറഞ്ഞേ. നൈട്രജൻ അതിന്റെ എല്ലാ ഇലക്ട്രോണിനെയും ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോ? ഇല്ല. ഇല്ല. എത്ര ഇലക്ട്രോൺസിന് ഉപയോഗിച്ചിട്ടുണ്ട് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നൈട്രജൻ? 3 യെസ്, നൈട്രജൻ അതിന്റെ 3 ഇലക്ട്രോണുകളെയാണ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇങ്ങനെ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിച്ച ആ ഇലക്ട്രോണുകളെ നമ്മള് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ഇനി ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ കിടക്കുന്നവരെ നമ്മള് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഒരു മോളിക്യൂള് നമ്മൾ എടുത്താൽ ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ടൈപ്പ് ഇലക്ട്രോൺസ് ഉണ്ട്? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, പങ്കെടുക്കാത്തവരുണ്ടായിരിക്കും. അവരെ നമ്മള് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ഇവര് തമ്മിലുള്ള ഇതിന്റെ ബേസിലാണ്, ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെയും അതുപോലെ തന്നെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെയും ബേസിലാണ് നമ്മൾ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. The shape of a molecule depends on the number of electron pairs. Number of electron pairs. ഏതൊക്കെയാണ് ഇലക്ട്രോൺ പെയറുകൾ? നോട്ട് ചെയ്ത് വെച്ചോ. That is bond pairs and lone pairs in the valency shell around the central atom. Around the central atom. That is the first point. The shape of a molecule depends on the number of electron pairs, that is bond pairs and lone pairs in the valency shell around the central atom. Central atom. ഇനി ഇലക്ട്രോൺ പെയറുകളുടെ പ്രത്യേകത എന്താണ്? യെസ് അബിയ. ഇത്തിരി വലുതായിട്ട് എഴുതാൻ പറ്റുമോ? കാണാൻ പറ്റണില്ലേ? യെസ് യെസ് എഴുതിക്കോളാം. കേട്ടില്ല മോളെ? ചെറുതായിട്ടാണ്. യെസ് 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 കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ വായിച്ചു തരാം. അടുത്തത് ഞാൻ വലുതാക്കി എഴുതാം. The shape of a molecule depends on the number of electron pairs, that is bond pairs and lone pairs in the valency shell around the central atom. യെസ്, ഋഷ പറഞ്ഞേ ഇലക്ട്രോണിന്റെ ചാർജ് എന്താ ഋഷ? ഋഷ
ടീച്ചർ യെസ്, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് അല്ലേ? യെസ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ്. നെഗറ്റീവ് ചാർജിലുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ അടുത്തടുത്ത് വന്നാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? റിപ്പൽഷൻ ഉണ്ടാവും. യെസ്, റിപ്പൽഷൻ ഉണ്ടാകും. അപ്പൊ നോക്കിക്കേ, വാലൻസ് ഷെല്ലിൽ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും ഉണ്ട്, അതേപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഈ ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുന്നു, കാരണം അവര് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് the electron pairs. കാണാവോ അബിയ? Okay. Yes, the electron pairs repel each other since their electron clouds are negatively charged. Since their electron clouds are negatively charged. Okay. ഇലക്ട്രോൺ ക്ലൗഡുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അവര് തമ്മിൽ റിപ്പൽ ചെയ്യും. ഡെല്ല യെസ്. അപ്പൊ അവര് തമ്മിൽ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് അവർ എന്തായിരിക്കും ചെയ്യുക? യെസ്, അവര് മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കും. അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റുകൾ. These electron pairs moves as far apart as possible in order to minimize the repulsion. അവര് റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് നിൽക്കും. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരു മോളിക്യൂൾ എടുക്കുവാണ് എങ്കിൽ അവിടെ ഏതൊക്കെ ടൈപ്പ് ബോണ്ടുകൾ ഉണ്ടാകും? സോജു ഏതൊക്കെ ടൈപ്പ് ബോണ്ടുകൾ ബിറ്റ്വീൻ ദി ആറ്റംസ് ഉണ്ടാകാം? സിംഗിൾ ബോണ്ട്. യെസ്, സിംഗിൾ ബോണ്ട് ഉണ്ടാകാം. പിന്നെ ഡബിൾ ബോണ്ട്. പിന്നെ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട്. ഒരു കോവാലന്റ് കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ അവിടെ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഏത് ബോണ്ട് ആണെങ്കിലും PSCPR തിയറി അനുസരിച്ച് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ട് ആണ് നമ്മൾ ഒരു സിംഗിൾ സൂപ്പർ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ അതിനെല്ലാം ഒരു ഒറ്റ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് നമ്മൾ ഷേപ്പ് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് പോകണ്ട. എല്ലാത്തിനെയും ഒരു സിംഗിൾ ബോണ്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് നാലാമത്തെ പോയിന്റ്. എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ pair of electrons. A single super pair of electrons. These are the four postulates. ഒന്നുകൂടെ ടീച്ചർ വായിക്കാം. The shape of a molecule depends on the number of electron pairs, that is bond pair and lone pair in the valency shell around the central atom. Second point, the electron pairs repel each other. എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ പറയുന്നത് ഷേപ്പ് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇലക്ട്രോൺ പെയറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഇലക്ട്രോൺ പെയർ? ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും ഉണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഉണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് പെയറുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. അതാണ് അടുത്ത പോയിന്റ്. ഇലക്ട്രോൺ പെയർസ് മൂവ്സ് ആസ് ഫാർ the electron pairs repel each other since their electron clouds are negatively charged. ഇലക്ട്രോൺ ക്ലൗഡുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അവർ റിപ്പൽ ചെയ്യും. ഇനി റിപ്പൽ ചെയ്തിട്ട് അവർ എവിടെ പോയിരിക്കും? മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും അവർ അറേഞ്ച് ചെയ്യുക, കാരണം റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് തേർഡ് പോയിന്റ്.
These electron pairs moves as far apart as possible in order to minimize the repulsion. Then നാലാമത്തെ point single bond, double bond, triple bond ഏത് bond ആണെങ്കിലും നമ്മൾ അതിനെ ഒരു single super pair of electrons ആയിട്ടാണ് consider ചെയ്യുന്നത്. Clear ആണല്ലോ? Yes. ഒരു minute. One second. Yes. Yes. അപ്പൊ 4 postulates PSCPR തിയറിയുടേത്. Yes. ഇർഷാൻ ആ 4 postulateകൾ ഒന്ന് വായിച്ചേ. ഇർഷാൻ. Yes. Electron pairs repel each other since their അതാണ് ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് അതല്ലല്ലോ. ഫസ്റ്റ് പോയിന്റ് കണ്ടില്ല. Yes. The shape of a molecule depends on the number of electron pairs, that is bond pairs and lone pairs in the valence shell around the central atom. The electron pairs repel each other since their electron clouds are negatively charged. These electron pairs move as far apart as possible in order to minimize the repulsion.
A multiple bond is treated Yes. as a single super pair of electrons. യെസ്. അപ്പൊ ഇതാണ് 4 പോസ്റ്റുലേറ്റുകൾ VSEPR തിയറിയുടേത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനുശേഷമാണ് നമുക്ക് അടുത്തെടുക്കാൻ പറ്റുള്ളൂ. ഈ 4 പോസ്റ്റുലേറ്റുകളുടെ ബേസിലാണ് നമ്മൾ എന്തായിരിക്കും ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ് എന്ന് പറയുന്നത്. The 4 postulates of VSEPR theory. ക്ലിയർ ആണ് അല്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക കേട്ടോ. 4 പോസ്റ്റുലേറ്റുകൾ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. സെൻട്രൽ ആറ്റം ഉണ്ട്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസും ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും ഉണ്ട്. യെസ്, ചോദിച്ചോളൂ കാൽവിൻ. ഈ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ തന്നെയാണോ? അതെ അതെ അതെ. ഇലക്ട്രോണിന്റെ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഒരുമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും കുറെ ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ അവരുടെ ആ ഇലക്ട്രോൺ ക്ലൗഡിൽ അവിടെ എന്തുണ്ട്? ഇലക്ട്രോൺ ക്ലൗഡിന്റെ അവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അത്ര ഉദ്ദേശിക്കുന്നു. യെസ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പൊ ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട്. അവർ തമ്മിൽ എന്തായാലും എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ടായിരിക്കും. കാരണം അവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ഒരു റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള മാക്സിമം ഡിസ്റ്റൻസിൽ അവർ നിൽക്കും. ഇനി സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് അതിനെ എല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. യെസ്, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു VSEPR തിയറിന്റെ അകത്ത് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയുന്നത് ഇലക്ട്രോൺ പെയറുകളുടെ ബേസിൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. റിപ്പൽഷൻ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി ഈ റിപ്പൽഷൻ എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോൺ പെയറുകളും തമ്മിൽ ഒരുപോലെ ആയിരിക്കത്തില്ല റിപ്പൽഷൻ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്, അതേപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 ടൈപ്പ് ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട്. ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്, അതേപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും നമ്മൾ പറഞ്ഞു മാക്സിമം ഡിസ്റ്റൻസിലാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേങ്കില് ഇവർ തമ്മിൽ ഉള്ള റിപ്പൽഷൻ പക്ഷേ ഡിഫറെന്റ് ആണ്. എല്ലാവരും തമ്മിൽ ഒരുപോലെ ആയിരിക്കത്തില്ല റിപ്പൽഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം നമുക്കറിയാം. ഒരു അമോണിയ മോളിക്യൂൾ തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ അമോണിയ മോളിക്യൂളില് H. യെസ്. ഇവിടെ എത്ര ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണും എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഉണ്ട് എന്നുള്ളത് ബുക്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഈ അമോണിയ മോളിക്യൂളിൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? How many lone pairs of electrons and bond pairs of electrons? Nandana? Teacher. How many bond pair of electrons and lone pair of electrons around the central atom in this molecule? 2 lone pair. കേട്ടില്ല മോളെ? 2 lone pair. 2 ലോൺ പെയർ എങ്ങനെയാ വരുന്നേ? പെയർ എന്ന് പറഞ്ഞാൽ തന്നെ 2 എണ്ണം ആയില്ലേ? 2 ഇലക്ട്രോൺസ് തന്നെ ഉദ്ദേശിച്ചത് എന്താണ്? അല്ല 1 pair. ഹലോ നന്ദന? ടീച്ചർ കേൾക്കുന്നില്ല. 1 ലോൺ പെയർ, ഒരു ലോൺ പെയർ. അപ്പൊ എത്ര ബോണ്ട് പെയർ ഉണ്ട്? നന്ദന? ടീച്ചർ കേൾക്കത്തില്ലേ? നന്ദന ഉറക്കെ പറഞ്ഞേ. ടീച്ചർ കേൾക്കത്തില്ലേ? പറയൂ. 1 bond pair. ഒരു ബോണ്ട് പെയറേ ഉള്ളൂ. നൈട്രജൻ ഒരു ബോണ്ടാണോ ഫോം ചെയ്യുന്നുള്ളൂ ഇവിടെ? അല്ലല്ല 2. നൈട്രജൻ 2 ബോണ്ടാണോ ഫോം ചെയ്യുന്നത്? ശ്രദ്ധിക്കുന്നില്ല. നൈട്രജന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട്? 3 ബോണ്ട്. അപ്പൊ എത്ര ബോണ്ട് പെയർ ഉണ്ട്? 3 bond. 3 bond. 3 ബോണ്ടും
ഒരു ലോൺ പെയർ ഉണ്ട്. യെസ്, ഇത് നൈട്രജന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തവര്. നൈട്രജൻ 3 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ബോണ്ട് പെയറുകളും ഇവിടെയുണ്ട്. ഒരു ലോൺ പെയർ ഉണ്ട്. നൈട്രജന് ചുറ്റും എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ലോൺ പെയറും ഉണ്ട്, 3 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, ഈ ബോണ്ട് പെയറുകൾ എവിടെയാ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അഞ്ജന ബോണ്ട് പെയറുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ബിറ്റ്വീൻ എവിടെയാണ് അത് കാണുന്നത്? വാലൻസ് ഷെല്ലിലാണോ? ഓരോരുത്തരും 2 പേരായി നൈട്രജന്റെ വാലൻസ് ഷെല്ലിലും ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലിലും ആയിട്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാലൻസ് ഷെൽ ഓഫ് ആറ്റംസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വാലൻസ് ഷെൽ ഓഫ് ദി ആറ്റം. അല്ലെങ്കിൽ നമുക്ക് പറയാം ബോണ്ട് പെയർസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ ദി ആറ്റംസ്. ബോണ്ട് പെയറുകൾ ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. 2 ആറ്റവുമായിട്ട് ബോണ്ട് പെയറുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ദേവിക, ലോൺ പെയറുകൾ അങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ടോ മോളെ? ദേവിക, ലോൺ പെയറുകൾ ഷെയർ ചെയ്യത്തില്ല. ലോൺ പെയറുകൾ എവിടെയാണ് നമ്മൾ കാണുന്നത്? ബാലൻസ് ഷെല്ലില്. ആരുടെ? ആരുടെ ബാലൻസ് ഷെല്ലിൽ നമ്മൾ ലോൺ പെയറുകൾ കാണുന്നത്? നൈട്രജന്റെ. അതായത് നമ്മൾ ജനറലി പറഞ്ഞാൽ സെൻട്രൽ ആറ്റം ഏതാണോ ആ സെൻട്രൽ ആറ്റത്തിനെ ലോക്കലൈസ് ചെയ്യുന്ന രീതിയിൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ആയിട്ടാണ് എന്ത് നമ്മൾ കാണുന്നത്? ലോൺ പെയറുകൾ കാണുന്നത്. അതേസമയം ബോണ്ട് പെയറുകൾ നമ്മൾ കാണുന്നത് ബിറ്റ്വീൻ ദി ആറ്റംസ് ആയിരിക്കും. ബിറ്റ്വീൻ ദി ആറ്റംസ്. അപ്പം ആരൊക്കെ തമ്മിൽ റിപ്പൽഷൻ അവിടെ കൂടുതലായിരിക്കും? ലോൺ പെയറുകൾ തമ്മിലാണോ റിപ്പൽഷൻ കൂടുതൽ, അതോ ബോണ്ട് പെയറുകൾ തമ്മിലാണോ റിപ്പൽഷൻ കൂടുതൽ? അപ്സർ. ലോൺ പെയറുകൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബോണ്ട് പെയറുകൾ ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ റിപ്പൽഷൻ കൂടുതൽ ആർക്കായിരിക്കും? ലോൺ പെയറിലുള്ള ഇലക്ട്രോണുകൾ തമ്മിലാണോ ബോണ്ട് പെയറിലുള്ള ഇലക്ട്രോണുകൾ തമ്മിലാണോ? അപ്സർ. ലോൺ പെയറിലെ. യെസ്, ലോൺ പെയർ. കാരണം അവരാണ് അടുത്തടുത്തിരിക്കുന്നവര്, അവരോട് ഷെയർ ചെയ്ത് പോകുന്നൊന്നുമില്ല. അപ്പൊ ലോൺ പെയറിലുള്ള ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൽഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അവർ മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യാനായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നുണ്ടാവുക. ഇനി ഈ ലോൺ പെയറുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ബോണ്ട് പെയറുകൾ തമ്മിലും എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ട്. അതുകൊണ്ടിട്ടല്ലേ ഞാൻ ഈ അമോണിയയുടെ സ്ട്രക്ചർ വരച്ചപ്പോൾ എന്തിനാ ഞാൻ ഈ ഹൈഡ്രജൻ അങ്ങോട്ട് ദൂരമായിട്ട് മാറ്റി വരച്ചത്? എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഇത് നൈട്രജന്റെ ലോൺ പെയർ, ഇതൊരു ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ. കണ്ടോ? എനിക്ക് വേണമെങ്കിൽ ഈ 3 ബോണ്ടും കൂടി അടുത്തടുത്ത് വരയ്ക്കാമായിരുന്നു. എന്തുകൊണ്ട് അടുത്തടുത്ത് വരയ്ക്കാത്തെ? ഓരോ ബോണ്ടിലും ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. ഇലക്ട്രോൺ പെയറുകൾ ആണോ അവിടെ എന്തുണ്ടാകും? ഷുവർ ആയിട്ടും അവിടെ റിപ്പൽഷൻ ഉണ്ടാകും. പക്ഷെ അവിടെ അതിന്റെ റേറ്റ്, അതായത് ആ റിപ്പൽഷന്റെ ആ ഒരു ഇന്റൻസിറ്റിയിലുള്ള വ്യത്യാസം അവിടെ എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ലോൺ പെയറുകൾ ഉണ്ട്. ഒരു സെൻട്രൽ ആറ്റം നമ്മൾ എടുത്താൽ ലോൺ പെയറുകൾ ഉണ്ട്, ബോണ്ട് പെയറുകൾ ഉണ്ട്. ഇവര് തമ്മിലും റിപ്പൽഷൻ ഉണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ ഇറ്റ്സെൽഫ് അവര് തമ്മിലും എന്തുണ്ട്? റിപ്പൽഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് VSEPR തിയറി അനുസരിച്ച് ഈ റിപ്പൽഷൻ എങ്ങനെയാണ് എന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആ ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷന് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലോൺ പെയറുകളും തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായിരിക്കും ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. ലോൺ പെയർ ഇങ്ങനെ എഴുതിക്കോളൂ, എന്നിട്ട് ആ ഷോർട്ട് ഫോമിലോട്ട് പോയാൽ മതി. ലോൺ പെയർ repulsion greater than lone pair, bond pair repulsion greater than bond pair
ബോണ്ട് പെയർ റിപ്പൽഷൻ. ഏറ്റവും ബേസിസ് എന്ന് പറയുന്ന BSEPR തിയറിയുടെ ഏറ്റവും ബേസിസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിപ്പൽസീവ് ഇന്ററാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. Lone pair repulsion greater than lone pair bond pair repulsion greater than bond pair repulsion. Yes. അപ്പൊ അതൊരു സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചോളൂ. This theory explaining the difference between the lone pair and bond pair of electrons. Lone pairs are localized on the central atom. Lone pairs central atomil localized ആണ്. While bond pairs are shared between two atoms. ഇതിലാണ് സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, ബോണ്ട് പെയറുകൾ ബിറ്റ്വീൻ ദി ടു ആറ്റംസ് ആയിരിക്കും. Hence, lone pairs occupy more space than bond pairs. Thus, repulsion between lone pairs will be more effective. The repulsive interaction decreases in the order lone pair greater than lone pair bond pair greater than bond pair. Yes. ഇത്രയും കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓരോ പോയിന്റ് മനസ്സിലാക്കി പോയില്ലെങ്കിൽ അത് പാടാണ്. യെസ്. അപ്പൊ ഇത്ര പറഞ്ഞുള്ളൂ. ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് നമ്മൾ അവരുടെ സെൻട്രൽ ആറ്റം ഏതാണ് നോക്കും. മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിനെയാണ് നോക്കുന്നത്, ചുറ്റുമുള്ള ആറ്റത്തിന്റെ ഒന്നും അല്ല നോക്കുന്നത്. മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ബോണ്ട് പെയറും ആകാം, ലോൺ പെയറും ആകാം. ഏത് ഇലക്ട്രോൺ പെയറുകളാണെങ്കിലും അവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. കാരണം ഇലക്ട്രോൺ ക്ലൗഡുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ അവർ ആ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കും.
ഏത് ടൈപ്പ് ബോണ്ട് ആണെങ്കിലും അവരെ നമ്മൾ സിംഗിൾ ബോണ്ട് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഈ തിയറിയിൽ മെയിൻ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോൺ പെയറുകളും ബോണ്ട് പെയറുകളും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയണം. ലോൺ പെയറുകൾ ലോക്കലൈസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ആറ്റത്തിൽ തന്നെയാണ് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്. ബോണ്ട് പെയറുകൾ ബിറ്റ്വീൻ ദി ആറ്റംസ് ആണ്. അതുകൊണ്ട് ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതൽ ആയിരിക്കും. അവരായിരിക്കും മാക്സിമം സ്പേസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇനി അവരുടെ ഡിക്രീസിങ് ഓർഡർ, റിപ്പൽഷന്റെ ഡിക്രീസിങ് ഓർഡർ, ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ, ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. യെസ്, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കിക്കേ. കൺസെപ്റ്റ് ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മോളിക്യൂൾ തരാം. ഓക്കെ, ആ മോളിക്യൂളിലുള്ള സെൻട്രൽ ആറ്റം കണ്ടുപിടിച്ചിട്ട് എന്തായിരിക്കും, അതിൻ്റെ അകത്ത് എത്ര ലോൺ പെയർ ഉണ്ട്, എത്ര ബോണ്ട് പെയർ ഉണ്ട്, അതിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ മോളിക്യൂൾ നിങ്ങൾക്ക് തരാം. മോളിക്യൂൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ആറ്റം ഏതാണെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് കോമ്പൗണ്ട് ദാറ്റ് ഈസ് BeCl2, ബെറിലിയം ക്ലോറൈഡ്. ബെറിലിയം ക്ലോറൈഡ്. യെസ്, ദേവിക പറഞ്ഞു മോളെ. ടീച്ചർ ദേവിക ടീച്ചർ ചോദിച്ചോ. ലോൺ പെയർ ഇലക്ട്രോൺസ് ആണോ എന്താ ഡിസ്റ്റൻസിൽ നിൽക്കണേ, അതോ അതും പിന്നെ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ കൂടുതൽ? ഡിസ്റ്റൻസ് കൂടുതൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോളെ, അതായത് രണ്ട് ലോൺ പെയറുകൾ തമ്മിൽ അടുത്തടുത്ത് വന്നാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അത് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ലോൺ പെയറിന്റെ അടുത്ത് നിൽക്കുന്ന ബോണ്ട് പെയറിനോടുള്ള റിപ്പൽഷൻ നമ്മൾ നോക്കുകയുള്ളൂ. ആദ്യം ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ആറ്റം, ഇതിന്റെ അകത്ത് 4 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങോട്ടേക്ക് 2 ബോണ്ടും ഉണ്ടെന്ന് വിചാരിക്കാം. യെസ്, അപ്പൊ ഇതിന്റെ അകത്ത് ആ ടോട്ടൽ 4 ഇലക്ട്രോൺ പെയറിലുള്ള ഈ 2 ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ അവർ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി അതായിരിക്കും മാക്സിമം ഡിസ്റ്റൻസിൽ അവർ അറേഞ്ച് ചെയ്യുക. അപ്പൊ അത് മാക്സിമം ഡിസ്റ്റൻസിൽ വരുന്നതിനനുസരിച്ച് ബോണ്ട് പെയറുകൾ ചിലപ്പോൾ കുറച്ച് അടുത്തടുത്ത് വരാം. ക്ലിയർ ആണോ പറഞ്ഞത്? ബോണ്ട് പെയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല നമ്മൾ ചോദിച്ചോ. അപ്പൊ അകത്തി വരയ്ക്കുന്നത് ബോണ്ട് പെയർ, അപ്പൊ എന്ത് നോക്കി അകത്തി വരയ്ക്കണ്ടേ? അത് നിങ്ങൾക്ക് മോളിക്യൂൾ, അതാ നമുക്ക് ബോണ്ട് ആംഗിൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെക്കണം. അത് ഷേപ്പിനനുസരിച്ച് ബോണ്ട് ആംഗിളുകൾ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആംഗിൾ നോക്കിയിട്ട് നമ്മൾ വരയ്ക്കുമൊന്നും അല്ല ചെയ്യുന്നേ. നമ്മള് ഇത്ര ലോൺ പെയറും ഇത്ര ബോണ്ട് പെയറും ആണെങ്കിൽ ഇതാണ് ഇതിന്റെ ഷേപ്പ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓൾറെഡി തിയററ്റിക്കലി അത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഇത്ര ലോൺ പെയറും ഇത്ര ബോണ്ട് പെയറും ഉണ്ടെങ്കിൽ ഇതായിരിക്കും ഷേപ്പ്. അവർ തമ്മിൽ ഇത്രയും റിപ്പൽഷൻസ് ഉണ്ട് എന്ന് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. കിട്ടിയോ? യെസ്. ചിലരൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അസ്യൂം ചെയ്തെടുക്കാനും പറ്റും ഇലക്ട്രോൺ പെയറുകൾ കാണുമ്പോൾ തന്നെ. യെസ്, അതുകൊണ്ടാണ് ഞാൻ BeCl2 നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. യെസ്, ഷേപ്പ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റൂല, കാരണം നമ്മൾക്കത് അറിയണം. നമ്മൾ ബോണ്ട് ആംഗിൾ നോക്കിയിട്ട് ബോണ്ട് നോക്കി വരയ്ക്കുമല്ല ചെയ്യുന്നത്. ഇപ്പൊ ലീനിയർ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനാണ് നമുക്കറിയാം. ട്രയാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ 3 120 ആംഗിൾ എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ആ ബോണ്ട് പെയറും ലോൺ പെയറിന്റെ നമ്പറിനനുസരിച്ചത് വ്യത്യാസം, അത് നമുക്ക് പഠിക്കാനുണ്ട്. യെസ്, ഇപ്പൊ BeCl2 സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കിക്കുക. നിങ്ങൾ സെൻട്രൽ ആറ്റം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക, എത്ര ലോൺ പെയർ ഉണ്ട് എന്നുള്ളത് നോക്കുക. ഒരു കാര്യം ഓർത്തോണം, നമ്മൾ സെൻട്രൽ ആറ്റം വെച്ചിട്ടാണ് ഷേപ്പ് പറയുന്നത്, ഒരിക്കലും അതിന് ചുറ്റുമുള്ള ആറ്റത്തിന്റെ ബേസിൽ അല്ല. അത് ഓർത്തു വേണം. യെസ്, അദീന ടീച്ചർ സെൻട്രൽ ആറ്റം BeCl2 DE. യെസ്, ബെറിലിയം ആണ് അവിടുത്തെ സെൻട്രൽ ആറ്റം. അനീസ, ബെറിലിയത്തിന്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? 4. യെസ്, 4. അപ്പൊ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ബെറിലിയത്തിന്? ടീച്ചർ 2.
യെസ്, ബെർലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 4. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. യെസ്, വാലൻസ് ഷെല്ലിൽ ആകെപ്പാടെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ ഉള്ള ഇലക്ട്രോൺസ് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. ആകെപ്പാടെ 2 ഇലക്ട്രോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവര് മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് അതിന് എന്ത് ഷേപ്പ് ആയിരിക്കും ഫാത്തിമത്തെ കിട്ടുന്നേ? ബെർലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസ് ഇതാണെന്ന് വിചാരിക്കാം. ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. അവർ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കാൻ വേണ്ടി നോക്കും. അപ്പൊ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും ഫാത്തിമത്തെ ഈ കേസില്? എന്നതാ? എന്നാ പറഞ്ഞേ? ബെൻഡ് ആണോന്നോ? മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളഞ്ഞു നിൽക്കുവാണേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഈ 2 ഇലക്ട്രോണുകളെ മാക്സിമം ഡിസ്റ്റൻസിൽ നമുക്ക് ഏത് ഷേപ്പിലാണ് അറേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റുക? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിർത്തുക. അതേ കണ്ടോ, ബെർലിയത്തിന്റെ ഒരു ഇലക്ട്രോണിനെ ഇവിടെ കൊടുത്തു, അടുത്ത ഇലക്ട്രോണിനെ ഇവിടെ കൊടുത്തു. യെസ്, എന്നിട്ട് ഇവരാണ് ആരോട് ബോണ്ട് ഫോം ചെയ്യുന്നത്? ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. യെസ്, അപ്പൊ ഇതിന്റെ ഷേപ്പിന് പറയുന്ന പേരെന്താ? ഇങ്ങനെ നേരെ നിന്നാൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും തമന്ന? യെസ്, ലീനിയർ. അപ്പൊ ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും ഭീമ നവാസ്? ലീനിയർ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? ഭീമ നവാസ് 0യോ? ബോണ്ട് ആംഗിൾ ഇല്ലേ? സിയലിന്റെ അങ്ങോട്ട്. ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ എത്രയാ? ഇതല്ലേ ബോണ്ട് ആംഗിള്? ഇതല്ലേ ബോണ്ട് ആംഗിള്? ബെർലിയത്തിന് ചുറ്റുമുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്? ആംഗിള് പറയണെങ്കിൽ 3 ആറ്റ് എടുക്കണേ. മൊത്തം എല്ലാം കൂടെ നോക്കിയപ്പോ ഒരു കൂടെ 360 ഡിഗ്രി തരില്ലേ? ഇതിപ്പോ ഏതാ ഡിഗ്രി വരുന്നേ? 180. 180. യെസ്, 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ. അപ്പൊ ഇതിന്റെ ഷേപ്പ് ലീനിയർ ആണ്, 180 ഡിഗ്രി ആണ്. ഇവിടെ എത്ര ബോണ്ട് പെയർ ഉണ്ട് റിഷ? എത്ര ബോണ്ട് പെയർ ഉണ്ട് റിഷ ഇവിടെ? റിഷ 2 ബോണ്ട് പെയർ. ഇവിടെ ലോൺ പെയർ ഉണ്ടോ റിഷ? ലോൺ പെയർ ഇല്ല. ഇല്ല. ബെർലിയത്തിന് ചുറ്റും വാലൻസ് ഷെല്ലിൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ആരുമില്ല. സോ നോ ലോൺ പെയർ. നോ ലോൺ പെയർ. കണ്ടോ ഈ മോളിക്കൂൾ? ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ചൊക്കെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. യെസ്, അപ്പൊ നോക്കിക്കേ, ബെർലിയം ക്ലോറൈഡിന്റെ അകത്ത് സെൻട്രൽ ആറ്റം ബെർലിയം ആണ്. ആറ്റോമിക് നമ്പർ 4 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോണും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ക്ലോറിനുമായിട്ട്. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ ലീനിയർ ഷേപ്പ് കിട്ടും. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആണ്. ഈ കേസിൽ ഇവിടെ 2 ബോണ്ട് പെയറും ഒരു 0 ലോൺ പെയറും ആണ്. ഈ ഒരെണ്ണം മനസ്സിലായോ? മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. BeCl2 മനസ്സിലായി എന്നുള്ളവർ കൈവക്കിക്കേ. യെസ്, ഇതേപോലെ തന്നെ കാണിക്കുന്ന വേറൊരു കോമ്പൗണ്ടും കൂടിയുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പോലെ നമുക്ക് എഴുതാം. ഓർ HgCl2. HgCl2 ആണെങ്കിലും ഇതേ ഷേപ്പ് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ബെർലിയത്തിന്റെ സ്ഥാനത്ത് Hg വരും എന്ന് മാത്രമേ ഉള്ളൂ. ബെർലിയത്തിന്റെ സ്ഥാനത്ത് Hg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എലമെന്റാ ഫർസീൻ? മെർക്കുറി ആണോ? യെസ്, മെർക്കുറി. Hg മെർക്കുറി. യെസ്, അപ്പൊ ഇനി ഞാൻ രണ്ടാമതൊരു കോമ്പൗണ്ട് തരാം. ഇതെല്ലാം വരച്ചെടുത്തുല്ലോ അല്ലെ? ഓക്കെ, സെക്കൻഡ് കോമ്പൗണ്ട് ഞാൻ തരുന്നത് BF3 ആണ്. ഒന്ന് വരച്ചു നോക്ക, ട്രൈ ചെയ്യാം. സെൻട്രൽ ആറ്റം കണ്ടുപിടിക്കുക, എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട് എന്നുള്ളത് അസൈൻ ചെയ്യുക, മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് നിർത്തുക. ഇതൊക്കെ എങ്ങനെയാ വന്നെന്നുള്ളത് നമുക്ക് അതിന് ശേഷം നോക്കാം. യെസ് ടീച്ചറെ, ചോദിച്ചോക്കെ അല്ലേ? മറ്റേ ഈ ലീനിയർ വരയ്ക്കുമ്പോ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചാൽ തെറ്റുണ്ടോ? എങ്ങനെ? മേളീന്ന്
ആ അപ്പൊ ഇങ്ങനെ കുഴപ്പമില്ല. ചിരിയോ? നമ്മള് സാധാരണ ഇതല്ലേ ഉദ്ദേശിച്ചേ, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, നേരെ ആകണം എന്ന് മാത്രമുള്ളൂ. എങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? BECL ഇങ്ങനെയല്ലേ? എന്നിട്ട് ഇത് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി കൊടുത്തുകൂടെ എന്നല്ലേ ചോദിച്ചതിനോട്? അല്ല കാൽവിൻ, അതല്ലേ ചോദിച്ചത്? ഇങ്ങനെ വരച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബോണ്ട് ആംഗിൾ ഒക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം അന്നേരം. നമ്മൾ പക്ഷെ ലീനിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടാണ് സാധാരണഗതിയിൽ വരയ്ക്കാറ്. ചേച്ചി അങ്ങനെ വരച്ച് കണ്ടിട്ടില്ല ഇതുവരെ ഇവിടെ. യെസ്, BF3 വരച്ചേ. നസ്രിൻ യെസ് പറഞ്ഞ മോളെ. BF3 സെൻട്രൽ ആറ്റം ഏതാ? ബോറോണിന്റെ ആറ്റമിക് നമ്പർ എത്രയാ അൽവാൻ? ആറ്റമിക് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞ അൽവാൻ ബോറോണിന്റെ? 5 1s2 2s2 2p1. യെസ്. ആൻമരിയ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയുണ്ട് ബോറോണിന്റെ? എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ്. അവർ എത്ര ഫ്ലൂറിനുമായിട്ടാ ബോണ്ട് ഫോം ചെയ്യുന്നത് ആൻമരിയ? 3 മുസ്തഫ, അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ബോണ്ട് പെയറുകൾ വരും? എത്ര ബോണ്ട് ഉണ്ട് ബോറോണിന് ചുറ്റും ഫ്ലൂറിനുമായിട്ട്? ട്രിപ്പിൾ ബോണ്ട് 3 ബോണ്ട് ഉണ്ട്. 3 ബോണ്ട്. 3 ബോണ്ട് ഉണ്ട്. അവിടെ ലോൺ പെയർ ഉണ്ടോ ഇർഷാൻ? യെസ്. ഇർഷാൻ, അവിടെ ലോൺ പെയർ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ വരയ്ക്കാൻ എളുപ്പമായില്ലേ? വരച്ചോളൂ. ബോറോൺ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. ആറ്റമിക് നമ്പർ 5, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. 3 ഇലക്ട്രോൺസ് അതിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കും. എന്നിട്ട് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ലോൺ പെയറുകൾ ഒന്നും ഇല്ല. യെസ്. ഇതിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ളത് ആർക്ക് പറയാം? ഡെല്ല, ഇതിന്റെ ഷേപ്പ് എന്താ ഡെല്ല? ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞേ. ഒരു ആറ്റത്തിന് ചുറ്റും 3 കറക്റ്റ് 3 നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വിട്ടാൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? 3 കോർണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്താ? ട്രയാങ്കിൾ. അത് നമ്മൾ മാത്സിൽ പറയുന്ന ട്രയാങ്കിൾ എന്ന് പറയും. നമ്മൾ ഇവിടെ പറയുമ്പോൾ അതിന്റെ ഷേപ്പ് പറയുന്നത് ട്രയഗണൽ ഷേപ്പ് എന്ന് പറയുന്നേ ഉള്ളൂ. യെസ്, ട്രയഗണൽ പ്ലാനാർ ആണ് ഇതിന്റെ ഷേപ്പ്. ട്രയഗണൽ പ്ലാനാർ. യെസ്. അപ്പൊ ഇവിടെ ഒരു ബോണ്ടിന്റെ ആംഗിൾ എത്രയായിരിക്കും സാലിഹ്? ട്രയഗണൽ പ്ലാനാർ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ എത്ര വരും? ആലോചിച്ച് നോക്കിട്ട് പറയാ സാലിഹ്. 120 ആണ്. യെസ്, 120 degree bond angle. Here 3 bond pair. 0 lone pair. 0 lone pair. Yes. Zero lone pair. Yes. അടുത്ത മോളിക്യൂൾ ഞാൻ തരാം. അത് നമുക്ക് വരച്ച് പോകാം. അതിനുശേഷം ഷേപ്പ് എന്താണ് എന്നുള്ളത് പിന്നെ പഠിക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH4 മോളിക്യൂൾ ആണ് കേട്ടോ. CH4 മോളിക്യൂൾ. ഇതിന്റെ പേര് ആർക്ക് പറയാം? CH4ന്റെ പേരെന്നാ? ഇഷാര. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചല്ലേ? ഇഷാര, CH4 എന്നതാ മോളെ? കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ വന്നാൽ അതൊരു ഓർഗാനിക് കോമ്പൗണ്ട്. അതിന്റെ പേരെന്നാ? ഒരു കാർബൺ വന്നാൽ ഓർഗാനിക്കിന് ഒരു പേര് പറയൂല, ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ.
ഓർഗാനിക് കോമ്പൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തറ്റ്, പ്രൊപ്പബ്യൂട്ട്. ഇതിന്റെ പേരെന്നാ? എത്ര കാർബൺ ഉണ്ട് ഇവിടെ? ഒരു കാർബൺ. ഒരു കാർബൺ വന്നാൽ അതിന്റെ പേരെന്നാ? ഇതാണോ എത്താണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, മെത്ത്. മീഥേൻ. ഇതിന്റെ പേര് മീഥേൻ. യെസ്, മീഥേൻ. ഓക്കെ, അപ്പൊ ഈ മീഥേൻ മോളിക്യൂളിന്റെ ഷേപ്പ് നോക്കാം. കാർബൺ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. അങ്ങനെ നമ്മൾ കാർബൺ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ, നിങ്ങളോട് ഇപ്പൊ ഞാൻ CH4 വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വരച്ചേ. ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. CH4 എന്ന് പറഞ്ഞാൽ ഇതാണ് ഷേപ്പ് എന്ന് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വന്നിരുന്ന് കൈവക്കിക്കേ. യെസ്. പക്ഷെ ഇതല്ല അതിന്റെ ഷേപ്പ്. അത് നമ്മുടെ അസംഷൻ ആണ്. കാർബണിന് ചുറ്റും 4 ഒരുപോലെയല്ലേ നിൽക്കുന്നത്, അപ്പൊ ഇങ്ങനെ വരുള്ളൂ, സിമെട്രിക്കൽ ഷേപ്പ് ആണ് എന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു VSEPR തിയറി അനുസരിച്ച് അവിടെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? അവിടെ റിപ്പൽഷൻ ഉണ്ട്. ബോണ്ട് പെയറുകളും തമ്മിൽ എന്ത് കാണിക്കുന്നുണ്ട്? റിപ്പൽഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഈ CH4ന്റെ ഷേപ്പിനുണ്ട്. ഓക്കെ, അത് നിൽക്കുന്നത് ഈ ഷേപ്പിലാണ്. H H H. ഇത് 3 ഡയമെൻഷണൽ ജോമെട്രി. നമ്മൾ 2 ഡയമെൻഷണൽ ആക്കുമ്പോൾ ഇങ്ങനെയാട്ടോ വരുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 109 ഡിഗ്രി 28 മിനിറ്റ്സ്. ഇതിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ടെട്രാഹെഡ്രൽ ആണ്. ഇവിടെ 4 ബോണ്ട് പെയറുകളാണുള്ളത്. 4 bond pairs are here. 4 bond pairs. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. യെസ്, 4 bond pairs. അടുത്തൊരു കോമ്പൗണ്ട്. അടുത്തത് PCl5. ഇതിന്റെ പേര് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ആറ്റം ഏതാണ്? അതിന്റെ ആറ്റോമിക് നമ്പർ ഏതാണെന്ന് പറഞ്ഞേ നസ്ര. ഇവിടുത്തെ സെൻട്രൽ ആറ്റം ഏതാ നസ്ര? സെൻട്രൽ ആറ്റം ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 15. Yes, 15. ഫോസ്ഫറസ് 15. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 1s2 2s2 2p6 3s2 3p3. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. യെസ്, അപ്പം 5 ഇലക്ട്രോൺസ് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഫോസ്ഫറസ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഇത് ഫോസ്ഫറസിന് ചുറ്റും ഉള്ള 3 ഇലക്ട്രോൺസ്. ഒരു മിനിറ്റ്. ഫോസ്ഫറസിന് ചുറ്റും 1 2 3 4 5. ഞാനത് വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇത് നേരെ വരച്ചോണ്ട് ഞാൻ വരയ്ക്കുമ്പോൾ ചെറിയൊരു ചെരിവ് വന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ക്ലോറിൻ, നിങ്ങൾ നേരെ തന്നെ വരയ്ക്കണേ. ഇവിടെ ഒരു ക്ലോറിൻ. ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇതങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഷേപ്പ് മനസ്സിലാവും.
ഇതാണ് ഇതിന്റെ ഷേപ്പ്. ഫോസ്ഫറസിന് ചുറ്റും 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 5 ഇലക്ട്രോൺസ് 5 ക്ലോറിനോട് ബോണ്ട് ഫോം ചെയ്യുന്നു. 5 ക്ലോറിനോട് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ആയിട്ടാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പ്, പിന്നെ ഒരെണ്ണം മുകളിലോട്ട് ഒരെണ്ണം താഴത്തോട്ട് എന്നുള്ള ഷേപ്പില്. ഫോസ്ഫറസിന് ചുറ്റും 5 ഇലക്ട്രോൺസ് തന്നെയാണുള്ളത്. ഇവര് ബോണ്ട് ഫോം ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പൊ ഇവിടെ 2 ബോണ്ട് ആംഗിളുകൾ വരും. ഇതൊരു പ്ലെയിൻ, ഇവിടെ ശ്രദ്ധിച്ചേ, ഇതൊരു പ്ലെയിൻ. ഈ പ്ലെയിനില് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്നാൽ അവിടുത്തെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. ഓക്കെ. ആ സെൻട്രൽ ആറ്റത്തിൽ നിന്ന് മുകളിലോട്ട് ഒരെണ്ണം നിന്നാൽ അതിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 2 ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്. ഇത് 120 ഡിഗ്രി വരും, ഇത് 90 ഡിഗ്രി വരും. 120 ഡിഗ്രി ബോണ്ട് ആംഗിളും ഉണ്ട്, 90 ഡിഗ്രി ബോണ്ട് ആംഗിളും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ വന്നതെന്ന് പറയാം കേട്ടോ. ഓക്കെ. ഇതിന്റെ ഷേപ്പ് വരുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. ട്രയഗണൽ ബൈപിരമിഡൽ. ഓക്കെ. ഇവിടെ 2 ആക്സിയൽ ബോണ്ട് ഉണ്ട്. അതാണ് ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴത്തോട്ടും നിൽക്കുന്നത്. 2 ആക്സിയൽ ബോണ്ട്, അതാണ് 90 ഡിഗ്രി വരുന്നത്. Then 3 ഇക്വറ്റോറിയൽ ബോണ്ട്സ്, അതാണ് 120 ഡിഗ്രി വരുന്നത്. ഡിഗ്രി. Yes. നമ്മളിപ്പോ ഒരു 4 മോളിക്യൂൾസ് നമ്മൾ വരച്ചു. BCl2, BF3, CH4, PCl5. ഓക്കെ. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുക ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ധാരണ കൊണ്ടിട്ട് നമ്മൾ ഈ മോളിക്യൂളിന്റെ ഷേപ്പ് ഒക്കെ വരയ്ക്കുക ചെയ്തത്. ഇതൊക്കെ നമുക്ക് തന്നെ വരയ്ക്കാൻ പറ്റും. അതിന് കുറച്ച് റൂളുണ്ട്. കുറച്ച് റൂളല്ല, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. യെസ്. ഇത്രയും കാര്യം മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ പ്ലീസ്. റേസ് യുവർ ഹാൻഡ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ആവശ്യമുള്ളൂ. യെസ്. പേജ് നമ്പർ 113 എടുക്കുക. പേജ് നമ്പർ 113. യെസ്. അതിന്റെ അകത്ത് VSEPR തിയറി എടുത്തേ. പേജ് നമ്പർ 113. പേജ് നമ്പർ 112ലാണ് VSEPR തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ അകത്ത് ദ മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് PSEPR തിയറി, അതൊന്ന് വായിച്ചേ. അഫ്ല, മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് PSEPR തിയറി, പേജ് നമ്പർ 113. അഫ്ല ടീച്ചർ. യെസ്, വായിച്ചേ. ടീച്ചർ എന്റെ ബുക്കിൽ വേറെ പേജാണ്, കിട്ടിയില്ല. അഫ്ല, ടീച്ചർ കണ്ടില്ല. വായിച്ചു. ദേവിക എന്നൊരു കമന്റ് ഇട്ടിരിക്കുന്ന 109. എന്താ ദേവിക?
ടീച്ചർ പേജ് നമ്പർ അറിയില്ല. പേജ് നമ്പർ അറിയില്ലേ? ടീച്ചർ കിട്ടി. ഓക്കെ, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 113 ആണ്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ 109. യെസ്. The shape of a molecule മെയിൻ പോസ്റ്റുലേറ്റ്സ്. The shape of a molecule depends upon the number of valence shell electron pair around the central atom. Then അത്രയും പോസ്റ്റുലേറ്റുകൾ. Pairs of electrons in valence shell repel one another since their electron clouds are negatively charged. These pairs of electrons tend to occupy such position in space that minimize repulsion and thus maximize distance between them. The valence shell is taken as a sphere with the electron pairs localizing on the spherical surface at the maximum distance from one another. A multiple bond is treated as if it is single electron pair, and the 2 or 3 electron pair of a multiple bond are treated as a single super pair. Where 2 or more resonance structures can represent a molecule, the VSEPR model is applicable to any such structure. യെസ്, അവിടെ ആ മെയിൻ പോസ്റ്റുലേറ്റുകൾ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെയിൻ പോസ്റ്റുലേറ്റുകൾ. ദെൻ അതിൻ്റെ അകത്ത് വരുന്നത് ആ റിപ്പൾസീവ് ഇന്ററാക്ഷന്റെ ഓർഡർ മാർക്ക് ചെയ്യുക. ലോൺ പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ, ബോണ്ട് പെയർ റിപ്പൾഷൻ. യെസ്, അതിന്റെ താഴത്തോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലോൺ പെയർ, ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലോൺ പെയർസ് ലോക്കലൈസ് ചെയ്യുന്നത് സെൻട്രൽ ആറ്റത്തിലാണ്. ഈച്ച് ബോണ്ടഡ് പെയർ ഷെയർ ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ദി 2 ആറ്റംസ് ആണ്. അപ്പൊ ലോൺ പെയർസ് മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും, റിപ്പൾഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. യെസ്, ഇനി അവിടെയുള്ള ഇലക്ട്രോൺ പെയറുകൾ അടുത്ത പാരഗ്രാഫ്. ഫോർ ദി പ്രഡിക്ഷൻ ഓഫ് ജോമെട്രിക്കൽ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് PSEPR തിയറി ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു ഡിവൈഡ് ദ മോളിക്യൂൾ ഇൻടു 2 കാറ്റഗറി. നമുക്ക് 2 കാറ്റഗറിയിൽ തിരിക്കാം. മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ഹാസ് നോ ലോൺ പെയർ. ലോൺ പെയർ ഇല്ലാത്ത കാറ്റഗറി ഉണ്ട്, അതേപോലെ തന്നെ ലോൺ പെയറുകൾ ഉള്ളവരും ഉണ്ട്. നമ്മളിപ്പോ കണ്ടപ്പോ തന്നെ കണ്ടില്ലേ, BeCl2 ലോൺ പെയർ ഉണ്ടോ അൽവാൻ? BeCl2 സെൻട്രൽ ആറ്റത്തില് ലോൺ പെയർ ഉണ്ടോ? BeCl2 ഇല്ല. BF3 ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ എടുത്ത ഒന്നിലും ലോൺ പെയറുകൾ ഉള്ളത് നമ്മൾ എടുത്തിട്ടില്ല, അതിലോട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ. അപ്പൊ ലോൺ പെയറുകൾ ഇല്ലാത്ത കോമ്പൗണ്ടുകളുടെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിപ്പോ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനി മോളിക്യൂൾസ് സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയറുകൾ ഉള്ളതും എക്സാമ്പിൾ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ വന്നാൽ ഷേപ്പ് എന്തായിരിക്കും? ലോൺ പെയറുകൾ വന്നാൽ എന്തായാലും ലോൺ പെയറും തമ്മിൽ ഷുവർ ആണ് റിപ്പൾഷൻ ഉണ്ടാകും. ബോണ്ട് പെയർ തന്നെയാണെങ്കിലും റിപ്പൾഷൻ ഉണ്ട്, ലോൺ പെയർ ഉണ്ടെങ്കിലും റിപ്പൾഷൻ ഉണ്ട്, ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൾഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ടേബിൾ 4.6 എടുക്കുക. ടേബിൾ 4.6, ടേബിൾ 4.7, ടേബിൾ 4.8 ഇമ്പോർട്ടന്റ് ആണ്. PSEPR തിയറിയുടെ ഈ ടേബിള് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി, മനസ്സിലാക്കി പഠിക്കണം, കാണാപ്പാടം പഠിക്കരുത്. യെസ്, ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും അതിന്റെ അകത്ത് ടേബിൾ 4.6 എടുക്കുക. ഓക്കെ, കണ്ടോ എല്ലാവരും? ടേബിൾ 4.6 ആദ്യം എടുത്തിരിക്കുന്ന ആ ടേബിൾ എന്ന് പറയുന്നത് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയറുകൾ ഇല്ല, ബോണ്ട് പെയറുകൾ മാത്രം ഉള്ള കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഫസ്റ്റിലത്തേത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. BeCl2 ആണ് ഒരു എക്സാമ്പിൾ. അവിടെ ജനറൽ ആയിട്ട് അതിന്റെ ഫോർമുല A എന്ന് പറയുന്നതിനെ സെൻട്രൽ ആറ്റവും B എന്ന് പറയുന്നതിനെ സറൗണ്ടിങ് ആറ്റംസ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നു കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. ഇനി നോക്കിക്കേ, എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്? A എന്ന് പറയുന്നതാണ് സെൻട്രൽ ആറ്റം. Aക്ക് ചുറ്റും 2 B ആറ്റംസ് ഉണ്ട്. അപ്പൊ എത്ര ഇലക്ട്രോൺ പെയറുകൾ അവിടെ ഉണ്ടാകും? Aക്ക് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാകും അവിടെ? ഭീമ, A എത്ര ബോണ്ട് ഫോം ചെയ്യും? ഭീമ, 2 ബോണ്ട് ഫോം ചെയ്യുന്നു. ആകെ 2 ബോണ്ടേ ഉള്ളൂ. അപ്പൊ അവരത് മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യും. അതുകൊണ്ട് ബോണ്ട് ആംഗിൾ എത്ര വരും ഇർഷാൻ? 180 ഡിഗ്രി. പേരെന്നതാ? ഷേപ്പ് എന്നതാ?
ലീനിയർ ഷേപ്പ്. ലീനിയർ ഷേപ്പ്. യെസ്. മുഹമ്മദ് മുസ്തഫ അടുത്തത് വായിച്ചേ മോനെ. ട്രൈഗണൽ മുസ്തഫ. പ്ലാനർ. ട്രൈഗണൽ പ്ലാനർ ആണ്. ട്രൈഗണൽ പ്ലാനർ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ പെയറുകൾ ഉണ്ട് അവിടെ? 3 ബോണ്ട് പെയർ. 3 ബോണ്ട് പെയറുകളാണുള്ളത്. ലോൺ പെയറുകളില്ല. സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയറുകളില്ല. സെൻട്രൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ആറ്റത്തിന് ലോൺ പെയർ വന്നോട്ടെ, നമ്മൾ അത് ബാധിക്കുന്ന കാര്യമല്ല. സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഉണ്ടോ ബോണ്ട് പെയർ ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. യെസ്. അപ്പൊ അവിടെ എടുത്തിരിക്കുന്ന മോളിക്യൂള് AB3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തു. എ ആണ് അവിടുത്തെ സെൻട്രൽ ആറ്റം. 3 ബി ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. എക്ക് സെൻട്രൽ ആറ്റത്തിൽ ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ, ലോൺ പെയറുകൾ ഇല്ല. അതുകൊണ്ട് അവർ മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യുന്നു അറ്റ് എ ബോണ്ട് ആംഗിൾ ഓഫ് 120 ഡിഗ്രി and the molecular geometry is trigonal planar and example BF3. സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയറുകൾ ഇല്ലാത്തതിന് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. യെസ്. നെക്സ്റ്റ് വൺ അനിറ്റ വായിച്ച മോളെ. ടെട്രാഹെഡ്രൽ. എത്ര ബോണ്ട് പെയർ പറഞ്ഞു? 4. 4 ബോണ്ട് പെയർ. സെൻട്രൽ ആറ്റം എ എന്ന് പറയുന്നത് 4 ബി ആറ്റവുമായിട്ട് ആരെ വിളിച്ച്? യെസ്. 4 ബി ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അവിടെ ബോണ്ട് പെയറുകൾ മാത്രമേ എക്ക് ചുറ്റുമുള്ളൂ. എന്നിട്ട് അവർ അറേഞ്ച് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് അല്ലെങ്കിൽ 109.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മതി. 109.5 ഡിഗ്രി. എക്സാമ്പിൾ CH4 മോളിക്യൂള്, മീത്തൈൻ മോളിക്യൂൾ ഉണ്ട്, NH4+. അതിന് പറയുന്ന പേര് അമോണിയം അയോൺ എന്നാട്ടോ. NH4+. ഈ കോമ്പൗണ്ടിൽ ഈ NH3 എന്ന് പറയുന്നത് അമോണിയ. ഈ അമോണിയക്ക് ഒരു H+ കൂടെ കിട്ടിക്കഴിയുമ്പോഴാണ് NH4+ ആകുന്നത്. ഇതിന് പറയുന്ന പേര് അമോണിയം അയോൺ എന്നാണ്. എന്റെ പേര് നിർത്തി വെച്ചു. അമോണിയം അയോണും കൂടെ മാറിപ്പോകരുത്. അമോണിയം അയോണിൽ ലോൺ പെയർ ഇല്ല സെൻട്രൽ ആറ്റത്തിന് ചുറ്റും. അതേസമയം അമോണിയക്കകത്തുണ്ട്. യെസ്. അടുത്തത് വായിച്ചേ നസ്ര. ടീച്ചർ ട്രൈഗണൽ ബൈപിരമിഡൽ. ബോണ്ട് ആംഗിൾ എത്രയാണ് വരുന്നത്? ബോണ്ട് ആംഗിൾ 90 120. 120 ഡിഗ്രി ഉണ്ട്, 90 ഉണ്ട്. കാരണം ഒരു ട്രയാങ്കിൾ ഷേപ്പ് അതിന്റെ മുകളിലോട്ടും താഴത്തോട്ടും നിൽക്കുന്നു. അതാണ് ട്രൈഗണൽ. മുകളിലും താഴത്തോട്ടും വന്നാൽ ദാറ്റ് ഈസ് ബൈപിരമിഡൽ. ട്രൈഗണലിന്റെ ബോണ്ട് ആംഗിൾ 120, ബൈപിരമിഡലിന്റെ ആണ് 90. അപ്പൊ 2 ബോണ്ട് ആംഗിളുകൾ ഈ ടൈപ്പിൽ കാണിക്കും. AB5 ടൈപ്പ്, എ വിത്ത് നോ ലോൺ പെയർ. ഓക്കെ. സോ ട്രൈഗണൽ ബൈപിരമിഡൽ എക്സാമ്പിൾ PCl5. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇഷാര. ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് 8 എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒക്ട എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. ഒക്ടാഹെഡ്രൽ 6 ആണ്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ 4 എണ്ണം. ആ 4 ഒരു പ്ലെയിനിൽ 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം വരുന്ന ബോണ്ട് ആംഗിൾ 90 തന്നെയാണ്. മുകളിലോട്ടും താഴത്തോട്ടും വരും, അതും 90 തന്നെയാണ്. ഇങ്ങനെ വരും ഇതിന്റെ ഷേപ്പ്. ഇങ്ങനെ വരും മക്കളെ. 4 കോർണർ ഉള്ളത് ഒരു സ്ക്വയർ പോലെ വന്നിട്ട് ഇതിന്റെ മുകളിലോട്ടും ഇതിന്റെ താഴത്തോട്ടും. ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം 6 ബോണ്ട് ഫോം ചെയ്യും. 1 2 3 4 മുകളിലോട്ട് താഴത്തോട്ട്. യെസ്. എന്നിട്ട് ഇവരിങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കും. അതാണ് അങ്ങനത്തെ ഒരു ഷേപ്പ് വന്നത്. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യും. ഇല്ല ഉള്ളിൽ വരച്ചു. യെസ്. ഇതെങ്ങനെ കണക്ട് ചെയ്യാനുണ്ടോ? ഇല്ല. ഇങ്ങനെയും കൂടെ ഒരു കണക്ഷൻ തോന്നുന്നു. ഇതിന്റെ അകത്തോട്ടും ഇതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നും ഈ സൈഡ്.
that is octahedral with 90 degree. Okay, അപ്പൊ ഈ കോമ്പൗണ്ടുകളുടെ എല്ലാം പ്രത്യേകത എന്താ? നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ. ലോൺ പെയറുകൾ സെൻട്രൽ ആറ്റത്തിൽ ഒന്നിനും ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ലോൺ പെയറുകൾ ഇല്ലാത്തതെല്ലാം കൂടെ മനസ്സിൽ വെക്കുക. എങ്ങനെയാ വെക്കേണ്ടത്? കോമ്പൗണ്ടുകളുടെ എക്സാമ്പിളുകളല്ല പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും എക്സാമ്പിളുകൾ അല്ലാട്ടോ പഠിച്ചു വെക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഈ കൺസെപ്റ്റ് ഉണ്ടായാൽ മതി, ഈസി ആയിട്ട് കിട്ടും. ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ കോമ്പൗണ്ട് ഞാൻ എടുക്കുന്നത്, ഇത് എടുക്കുന്നത് നോ ലോൺ പെയർ, ലോൺ പെയർ ഇല്ലാത്ത കോമ്പൗണ്ടുകളാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വേണം AB2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുത്താൽ A ആണ് അവിടുത്തെ സെൻട്രൽ ആറ്റം, B ആണ് ചുറ്റുമുള്ളവര്. അവര് മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ Aയും Aക്ക് ചുറ്റും B ഇങ്ങനെ നിൽക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇത് ലീനിയർ ആയിരിക്കും ഷേപ്പ്. അപ്പൊ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി വരും. ഇവിടെ 2 ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ വേണം ഓർത്തിരിക്കാൻ. ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താ? സെൻട്രൽ ആറ്റം. ആദ്യം ഇതിനകത്ത് 3 ആറ്റം ഉണ്ടോ നോക്കുക. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 പേരുണ്ടോ? അപ്പം നമ്മൾ വിചാരിക്കും ആ സെൻട്രൽ ആറ്റം ഉണ്ട്, സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 2 പേരുണ്ട്. അപ്പം ഇനി ആ സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഉണ്ടോ? ലോൺ പെയർ ഇല്ല, ബോണ്ട് പെയറേ ഉള്ളൂ. അപ്പൊ ഒരു മാക്സിമം ഡിസ്റ്റൻസിൽ നിന്നു. ലോൺ പെയർ വന്നാലുള്ളത് അടുത്തതാ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. യെസ്. അപ്പൊ ഇനി അടുത്ത മോളിക്യൂള് AB3 ടൈപ്പ് ഒരെണ്ണം വന്നു എന്ന് വിചാരിക്കാം. ലോൺ പെയർ ഇല്ല. അപ്പൊ Aക്ക് ചുറ്റും 3 എണ്ണം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എങ്ങനെ നിന്നോളും. അപ്പൊ ഇതിന്റെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. ഇവിടെ 3 ബോണ്ട് പെയർ ഉണ്ട്, 3 ബോണ്ടുകളുണ്ട്. ഇതിന്റെ ഷേപ്പ് ട്രൈഗണൽ പ്ലാനാർ ആണ്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും AB4 വന്നാൽ Aക്ക് ചുറ്റും 4 B ഉണ്ട്, ലോൺ പെയർ ഒന്നുമില്ല. അപ്പൊ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ 109.5. ദെൻ ട്രൈഗണൽ ബൈപിരമിഡൽ AB5, Aക്ക് ചുറ്റും 3 B ഒരു പ്ലെയിനിൽ നിൽക്കും, 2 എണ്ണം, ഒരെണ്ണം മുകളിലോട്ട് ഒരെണ്ണം താഴോട്ട്. അപ്പൊ 120 ഡിഗ്രി വരും, 90 ഡിഗ്രി വരും. പിന്നെ കോമ്പൗണ്ട് വരുമ്പോൾ നിങ്ങൾ നോക്കണം ലോൺ പെയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ലോൺ പെയർ ഇല്ലെങ്കിൽ ഈ 6 ടൈപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. കോമ്പൗണ്ട് വിത്ത് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ടേബിൾ 4.7. ടേബിൾ 4.7. ഓക്കെ, ഇപ്പൊ എടുത്താൽ ഒരു കാര്യം ചെയ്തേ, എക്സസൈസ് ക്വസ്റ്റ്യൻ 4.7 എടുത്തേ. യെസ്, എക്സസൈസ് ക്വസ്റ്റ്യൻ 4.7 എടുക്കാം. അതില് ആദ്യത്തെ 4 എണ്ണം നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം, റിലേറ്റഡ് ടു VSEPR തിയറി. ടേബിൾ 4.7 ലോൺ പെയർ ഉള്ള കോമ്പൗണ്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നാളെ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരണം. യെസ്. സോ എക്സസൈസ് ക്വസ്റ്റ്യൻ 4.7. ഓക്കെ, അഫ്സർ റീഡ് ദ ക്വസ്റ്റ്യൻ. Discuss the shape of the following molecules using the VSEPR model. Yes, using VSEPR model. Yes. അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ട് BeCl2 വേണ്ട. ആദ്യത്തെ കോമ്പൗണ്ട് BeCl2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെൻട്രൽ ആറ്റത്തിന് 2 ബോണ്ട് പെയർ ഉണ്ട്, നോ ലോൺ പെയർ ആണ്. അത് AB2 ടൈപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഷേപ്പ് ലീനിയർ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെ. BeCl3 ഡൗട്ടിന്റെ ഒന്നും ആവശ്യമില്ല. കണ്ടോ കണ്ടോ? ഇനി വീണ്ടും അത് റീറൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് BeCl3, സോറി BeCl2. രണ്ടാമത്തെ കോമ്പൗണ്ട് കൊടുത്തിരിക്കുന്നത് BeCl3 ആണ്. അത് ഈ BF3 പോലെ തന്നെയാണ് മക്കളെ. എഫിന്റെ സ്ഥാനത്ത് എന്ത് വരും എന്ന് മാത്രമേ ഉള്ളൂ, ക്ലോറിൻ വരും. സെൻട്രൽ ആറ്റത്തിൽ 3 ബോണ്ട് പെയർ, 0 ലോൺ പെയർ ആണ്. അത് AB3 ടൈപ്പ് ആണ്. അപ്പൊ ട്രയാങ്കുലർ പ്ലാനാർ ആണ് അതിന്റെ ഷേപ്പ്, ട്രയാങ്കുലർ പ്ലാനാർ. എക്സസൈസ് ക്വസ്റ്റ്യൻ 4.7 ഫസ്റ്റ് വൺ BeCl2. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ലീനിയർ AB2 ടൈപ്പ്
Bond angle 180 degree. 2 bond pair. 0 lone pair. Yes. രണ്ടാമത്തെ കോമ്പൗണ്ട് BCl3. Trigonal planar 120 degree AB3 type 3 bond pair 0 lone pair. എപ്പോഴെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കണം. അടുത്ത കോമ്പൗണ്ട് SiCl4. നിങ്ങൾ തന്നെ ഒന്ന് വരച്ചു നോക്കിക്കേ. SiCl4. സിലിക്കണിന്റെ ആറ്റോമിക് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട് നോക്കാം. സിലിക്കൺ 4 ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. യെസ് ടീച്ചർ. യെസ് ചോദിച്ചോ മോളെ. അപ്പൊ 4 എന്താ ബോണ്ട് ചെയ്യുമ്പോ മറ്റേ എല്ലാ 4 ബോണ്ട് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും മുമ്പ് ചെയ്തില്ല. സെൻട്രൽ ആറ്റം വിത്ത് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഹാവിംഗ് 4 ബോണ്ട് പെയർ ആണെങ്കിൽ അത് എന്തായാലും ടെട്രാഹെഡ്രൽ ആയിരിക്കും. അതിനെ നമ്മൾ ആദ്യം എക്സാമ്പിൾ എടുത്തത് AB4 ടൈപ്പ് അല്ലേ ഇത്. അന്നേരം ഓർത്തോണം, സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഇല്ല. സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ ഒന്നും ഇല്ല. 4 ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. AB4 ടൈപ്പ് ആണെങ്കിൽ അത് എന്തായാലും എന്തായിരിക്കും, ടെട്രാഹെഡ്രൽ തന്നെയായിരിക്കും. അങ്ങനെയുള്ള എല്ലാത്തിനും ടെട്രാഹെഡ്രൽ ആയിരിക്കും വരുന്നത്. സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. Good evening. Sir, good morning. Good morning, sir. Good morning, sir. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലെന്ന് പറഞ്ഞാരെങ്കിലും? ക്ലിയർ ആണ്. ഓക്കെ. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഫീസിൻ്റെ കാര്യം പറയാനാണ്. 3rd ടൈം ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 6-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് കാണും. അപ്പോൾ ചൊവ്വാഴ്ച മുതൽ പുതിയരെങ്കിലും ക്ലാസ് തുടങ്ങുക. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പാരൻസിനോട് പറയുക. അടുത്ത ദിവസങ്ങളിലായിട്ട് ഓഫീസിൽ വന്നിട്ട് എല്ലാവരും ഫീസ് അടയ്ക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? 6-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 7-ാം തീയതി മുതൽ പുതിയരെങ്കിലും ക്ലാസ് തുടങ്ങുക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. യെസ്. അപ്പൊ AB4ന്റെ ഷേപ്പ് കിട്ടിയോ? യെസ്. ഹരിഗോവിന്ദ് പറഞ്ഞ മോനെ, എന്താ കിട്ടിയേ? SiCl4ന്റെ ഷേപ്പ് ടെട്രാഹൈഡ്രൽ. യെസ്, ടെട്രാഹെഡ്രൽ. ആദ്യം സിലിക്കൺ എഴുതാം. അപ്പൊ ടെട്രാഹെഡ്രൽ ആണ് ഞാൻ ആദ്യം അങ്ങോട്ട് എഴുതി വയ്ക്കാം, എന്നിട്ട് സ്ട്രക്ചർ വയ്ക്കാം. ടെട്രാഹെഡ്രൽ ആണ്. സോ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി വരും. അവിടെ 4 ബോണ്ട് പെയർ ആണുള്ളത്. 0 ലോൺ പെയർ ആണ്. അത് ഏത് ടൈപ്പ് ആണ്? AB4. നോക്കിക്കോ, സിലിക്കണിന്റെ ആറ്റോമിക് നമ്പർ 14. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1s2 2s2 2p6 3s2 3p2 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ. അപ്പൊ സിലിക്കണിന് ചുറ്റും 4 ഇലക്ട്രോൺ നമ്മൾ വരച്ചു. ഓക്കെ, അത് 4 ക്ലോറിനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. യെസ്. പക്ഷെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഷേപ്പ് എന്താ? ടെട്രാഹെഡ്രൽ നമുക്കറിയാം. സെൻട്രൽ ആറ്റം വിത്ത് നോ ലോൺ പെയർ, 4 ബോണ്ട് പെയർ, then it should be tetrahedral. So SiCl ടെട്രാഹെഡ്രൽ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. യെസ്, ദിസ് ഈസ് ടെട്രാഹെഡ്രൽ ഷേപ്പ്, AB4 ഷേപ്പ്. യെസ്, മനസ്സിലായോ? കിട്ടിയോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? യെസ്. അങ്ങനെയാണെങ്കിൽ 4-മത്തെ ചെയ്തേ AsF5. ആരുടെ ഷേപ്പ് പോലെ ആയിരിക്കും? AsF5, ആഴ്സനിക് പെന്റാഫ്ലൂറൈഡ്. ആഴ്സനിക്. യെസ്, AsF5. ആഴ്സനിക്കിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് ആരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞേ. ആഴ്സനിക്കിന്റെ ആറ്റോമിക് നമ്പറും ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണോ എന്ന് പറഞ്ഞേ. ആഴ്സനിക്കിന്റെ പെർസീൻ ടീച്ചർ, ആഴ്സനിക്കിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ മോനെ? ഞാൻ നോക്കട്ടെ. AS. ആ, കണ്ടുപിടിച്ചവര് വേഗം പറഞ്ഞോളൂ. കിട്ടിയവര് 33. Yes, 33. അതിന്റെ ലാസ്റ്റ് സബ്ഷെല്ലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ.
4s2 4p3. 4s2 4p3. യെസ്. അപ്പൊ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺ കണ്ടോ, ഈ 5 എണ്ണം 1 2 3 4 5 5 ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. യെസ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? AsF5 ആണെങ്കിൽ AB5 ടൈപ്പിന് എക്സാമ്പിൾ ആണ്. ഇവിടെ 5 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും വരുന്നത്? ട്രയഗണൽ ബൈ പിരമിഡൽ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടോ? ലോൺ പെയർ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഷേപ്പ്? 6 ഷേപ്പ് പഠിക്കാനല്ലേ ഉള്ളൂ, ഈസി ആയിട്ട് പഠിക്കാം. എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ കൂടെ വരച്ചു വെക്കാം. AS ട്രൈഗണൽ ബൈ പിരമിഡൽ F. ഇത് ട്രയാങ്കുലർ ഷേപ്പ് ഇങ്ങനെ വരും. F F. യെസ്. അപ്പൊ ഇത്രയും കിട്ടിയോ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ സെൻട്രൽ ആറ്റത്തിന് ലോൺ പെയർ വന്നാൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. യെസ്. ഓക്കെ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പൊ നാളത്തേക്ക് VSEPR തിയറി മുഴുവനായി. Thank you, teacher.